തീർച്ചയായിട്ടും നമസ്കരിക്കുന്ന ഒരാളെ നീചവും നിഷിദ്ധവുമായ പ്രവർത്തനങ്ങളിൽ നിന്ന് തീർച്ചയായും ഈ നമസ്കാരം അയാളെ തടയുമെന്ന് പറഞ്ഞത്. കാരണം ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് ഇതാണ് പറയുന്നത് എന്ന ബോധ്യത്തോടു കൂടി എല്ലാ ദിവസവും 5 വക്ത് നമസ്കരിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വാഭാവികമായി വന്നു പോകുന്ന, യാദൃച്ഛികമായിട്ട് വന്നു പോകുന്ന ഒരു കുറേ തെറ്റുകൾ നമ്മുടെ ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകും. അതും നമ്മൾ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. അതിനെ അഴിച്ചുവിടാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, അതിനെ പരമാവധി കുറച്ചു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷേ അപ്പോഴും ആളുകളെ പറ്റിക്കുക, കൈക്കൂലി വാങ്ങുക, സാമ്പത്തിക കൃത്രിമം നടത്തുക, ബിസിനസ്സിൽ ചതിക്കുക, മാതാപിതാക്കളോട് മോശമായി പെരുമാറുക, സ്വന്തം ഇണയെ തെറി പറയുക, അയൽക്കാരൻ്റെ അതിരു തോണ്ടുക, പച്ചക്കള്ളങ്ങൾ പറയുക, അനീതി നടത്തുക, അഴിമതി നടത്തുക, അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട മനുഷ്യന്മാർ വായും മനസ്സും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പെരുപ്പിക്കുക, ഊഹങ്ങൾ വച്ച് പതിവ്രതകളായ പെണ്ണുങ്ങളുടെ നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുക. ഇതൊന്നും ചില്ലറ സംഗതിയല്ല. ഇത് 17 പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് വന്നിട്ട് പിന്നെയും പറയുകയാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂലാന്ന്. എന്നിട്ട് പോയി പിന്നെയും ചെയ്യും. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയും ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂലാന്ന്. ഇത് ആരോടാണ് നമ്മൾ ഈ പറയണത്? നാട്ടിലെ പഞ്ചായത്ത് മെമ്പറോടാണോ നമ്മൾ ഈ പറയുന്നത്? മുനിസിപ്പൽ ചെയർമാനോടാണോ പറയുന്നത്? MLA-നോടാണോ പറയുന്നത്? അല്ലല്ലോ. എല്ലാം അറിയാവുന്ന യാലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിൽ അതീവ രഹസ്യമായി മറച്ചുവെച്ചതും അറിയുന്ന റബ്ബിനോടാണ് നമ്മൾ ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം ഗൗരവമുള്ള സംഗതിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം.